ആഗോള താപനത്തെ തുടർന്ന് പ്രകൃതിക്ക് സംഭവിച്ച മാറ്റം ഒരു രാജ്യത്തിന്റെ ഭാവി തുലാസിലാക്കിയത് എങ്ങനെയെന്ന് ഗ്രീൻലാൻഡ് കാണിച്ചു തരുന്നു. ഗ്രീൻലാൻഡിനെ ഒപ്പം നിർത്താനുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പോരും കടുക്കുകയാണ്. എന്താണ് ഗ്രീൻലാൻഡിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്? അധിനിവേശമോ വിലക്കെടുക്കലോ ഗ്രീൻലാൻഡിനെ കാത്തിരിക്കുന്നത് എന്ത്? ഒരു വഴിക്കല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് അമേരിക്ക ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കും. ട്രംപ് അത് വ്യക്തമാക്കി കഴിഞ്ഞു. അതിനു മാത്രം എന്താണ് ഗ്രീൻലാൻഡിലുള്ളത്? ഒറ്റ വാക്കിൽ അത് ഉത്തരം പറയുക പ്രയാസമാണ്. 57,000 ജനങ്ങൾ മാത്രമുള്ള ഐസുശിലകളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ്, അതാണ് ഗ്രീൻലാൻഡ്. സ്വതന്ത്ര രാജ്യമാണെങ്കിലും ഡെൻമാർക്കിന്റെ കൈവലയത്തിലാണ് ഇന്നും ഗ്രീൻലാൻഡ്. ഒരു കാലത്ത് ഡെൻമാർക്കിന്റെ കോളനിയായിരുന്നു. പിന്നീട് സ്വയംഭരണ പ്രദേശമായി സ്ഥാനക്കയറ്റം ലഭിച്ചെങ്കിലും ഇന്നും ഡെൻമാർക്കിന്റെ ഭാഗമാണ്. മീൻപിടുത്തമാണ് ഇവിടുത്തുകാരുടെ പ്രധാന ഉപജീവന മാർഗം. ഒപ്പം ഡെൻമാർക്ക് നൽകിയിരുന്ന സബ്സിഡികളും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ തൂണായി വർത്തിക്കുന്നു. അത് ഡെൻമാർക്ക് ഗ്രീൻലാൻഡിനായി നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് അവരുടെ ആവശ്യമാണെന്ന് മാത്രം. ഈ കരുതലിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ലോകരാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള ഡെൻമാർക്കിന്റെ തന്ത്രമാണ് ഈ ത്യാഗം. യൂറോപ്പിനും വടക്കേ അമേരിക്കയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം ട്രംപിന് പ്രിയപ്പെട്ടതാകാൻ കാരണം ഐസുശിലകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ധാതു കലവറയാണ്. കോടിക്കണക്കിന് മൂല്യമുള്ള അപൂർവ ധാതു സമ്പത്താണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയ്ക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും ആവശ്യമായ ഒരുപാട് ധാതുക്കളാൽ സമ്പന്നമാണ് ഗ്രീൻലാൻഡ്. അപൂർവ ഭൗമ മൂലകങ്ങൾ, ഹരിതോർജ്ജ സാങ്കേതിക വിദ്യകൾക്കായി ഉപയോഗിക്കുന്ന നിർണായക ധാതുക്കൾ തുടങ്ങി ഫോസിൽ ഇന്ധന ശേഖരം വരെ ഇവിടെ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അമേരിക്ക ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുത്തില്ലെങ്കിൽ ചൈനയോ റഷ്യയോ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നാലെയുള്ള മറുപടി. എന്താകും ഗ്രീൻലാൻഡിന്റെ ഭാവി? ഗ്രീൻലാൻഡിന്റെ ജനതയെ കാത്തിരിക്കുന്നത് സ്വാതന്ത്ര്യമോ അതോ മറ്റൊരു തടവുകാലമോ?